Hello friends, എല്ലാവർക്കും Sruthy's Learning Squareലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 21 ഡേയ്സിന്റെ ഇംഗ്ലീഷിന്റെ ചാലഞ്ച് ആണ്. നമ്മൾ ടെൻസിന്റെ പോർഷൻ തീർത്തിട്ടുണ്ട്. ടെൻസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റും ചെയ്തു കഴിഞ്ഞു. ഇന്ന് നോക്കാൻ പോകുന്ന കോൺകോഡ് ആണ് കേട്ടോ. അപ്പോൾ കോൺകോഡിന്റെ ക്ലാസ് മുമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം അതിനു മുമ്പ് നമുക്ക് കുറച്ച് വൊക്കാബുലറിയുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. അതിനകത്ത് കോൺകോഡിന്റെ ലിങ്ക് ഉണ്ടാവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കോൺകോഡ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളത് നോക്കണം എന്നില്ല. ഞാൻ പറഞ്ഞ പോലെ PYQ ഒരു ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ആദ്യത്തെ ചോദ്യം, ടു ബ്രിങ് ടു ലൈറ്റ് എന്ന് പറഞ്ഞാൽ ടു ഡിസ്ക്ലോസ് ആണ്. ടു ബ്രിങ് ടു ലൈറ്റ് എന്ന് പറഞ്ഞാൽ വെളിച്ചത്ത് കൊണ്ടുവരിക എന്നൊക്കെ നമ്മൾ പറയില്ലേ. ടു ബ്രിങ് ടു ലൈറ്റ് കേട്ടോ, വെളിച്ചത്ത് കൊണ്ടുവരിക, അതായത് പുറത്ത് കൊണ്ടുവരിക. ടു ഡിസ്ക്ലോസ് ആണ്. അടുത്തത്, അറ്റ് വൺസ് വിത്ത് സെൻറ്റ് എന്ന് പറഞ്ഞാൽ ടു ബി കൺഫ്യൂസ്ഡ്, ആകെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണ് അറ്റ് വൺസ് വിത്ത് സെൻറ്റ്. ഓക്കെ. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ വിറ്റ് കഴിഞ്ഞു എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മുടെ വീടോ അല്ലെങ്കിൽ സ്ഥലമൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് ആയിരിക്കും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാണ്ടുള്ള ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. സോ അറ്റ് വൺസ് വിത്ത് സെൻറ്റ് എന്ന് പറഞ്ഞാൽ ടു ബി കൺഫ്യൂസ്ഡ്. നെക്സ്റ്റ് ഇസ് ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ് പല പ്രാവശ്യം. ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ദ സൺ റെസംബ്ലിങ് ദി ഫാദർ, അതായത് അച്ഛനുമായിട്ട് സാദൃശ്യമുള്ള ഒരു മകനെയാണ് നമ്മൾ പറയുന്നത് ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക്. അപ്പോൾ ഒരു ബ്ലോക്കിനകത്തെ ചെറിയൊരു കഷ്ണം, ഒരു ചിപ്പ് എന്ന് പറഞ്ഞാൽ അച്ഛനെ പോലെയുള്ള ഒരു മകൻ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ദ സൺ റെസംബ്ലിങ് ദി ഫാദർ. അടുത്ത് നോക്കാം. നെക്സ്റ്റ് ഇസ് എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ. എ ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ബീങ് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാപ്പൺ ഇൻ ദി പാസ്റ്റ്, അതായത് നമ്മുടെ ഷോൾഡറിൽ എപ്പോഴോ ഒരു ചെറിയൊരു ചിപ്പ് വന്ന് വീണു, ചെറിയൊരു കഷ്ണം വന്ന് വീണു. അതിന് ആ ഒരു മീനിങ് ആണ് കേട്ടോ. അതായത് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാപ്പൺ ഇൻ ദി പാസ്റ്റ്, പണ്ട് എപ്പോഴോ വീണു എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ അവിടെ വരുന്നത്. അടുത്തത് ഡോഗ്സ് ലൈഫ്. ഡോഗ്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മിസറബിൾ ആയിട്ടുള്ള ലൈഫാണ്, ഭയങ്കര ദുരിതമായിട്ടുള്ള ഒരു ലൈഫ് എന്നൊക്കെ നമ്മൾ പറയില്ല. അതാണ് ഡോഗ്സ് ലൈഫ് കേട്ടോ. ഡോഗ്സ് എപ്പോഴും നമ്മുടെ ഒരു കാവൽക്കാരൻ എന്നുള്ള രീതിയിലേക്കല്ലേ. അപ്പോൾ അതിനെപ്പോഴും കൂട്ടിലൊക്കെ ഇട്ടിട്ട് ഒരു മിസറബിൾ ആയിട്ടുള്ള ഒരു ലൈഫാണെന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. അടുത്ത് നോക്കാം, ടു ഗ്രീസ് ദി പാം. ടു ഗ്രീസ് ദി പാം എന്ന് പറഞ്ഞാൽ ടു ബ്രൈബ് എ പേഴ്സൺ, അതായത് കൈക്കൂലി വാങ്ങുക കേട്ടോ. അതാണ് ടു ഗ്രീസ് ദി പാം. അടുത്ത് നോക്കാം, ഇതേപോലെ തന്നെ ഒരു ഗ്രീസാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. എൽബോ ഗ്രീസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കാണ്. അപ്പോൾ ഇത് തമ്മിൽ മാറിപ്പോരുത്. എൽബോ ഗ്രീസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എൽബോയിലൊക്കെ കുറച്ച് ഗ്രീസ് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. സോ ടു ഗ്രീസ് ദി പാം എന്ന് പറഞ്ഞാൽ ടു ബ്രൈബ് എ പേഴ്സൺ, കൈക്കൂലി കൊടുക്കുക. എൽബോ ഗ്രീസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കാണ്. ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് എന്താ? സൺ റെസംബ്ലിങ് ദി ഫാദർ. ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ബീങ് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാപ്പൺ ഇൻ ദി പാസ്റ്റ്. അറ്റ് വൺസ് വിത്ത് സെൻറ്റ് എന്ന് പറഞ്ഞാൽ ടു ബി കൺഫ്യൂസ്ഡ്. ടു ബ്രിങ് ടു ലൈറ്റ് എന്ന് പറഞ്ഞാൽ ടു ഡിസ്ക്ലോസ് ആണ് കേട്ടോ. അടുത്ത് നോക്കാം, അണ്ടർ എ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ അണ്ടർ സസ്പീഷ്യസ് കണ്ടീഷൻസ് ആണ്. അതായത് ആകെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ശങ്കയുള്ള, ഒരു ഡൗട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. അണ്ടർ സസ്പീഷ്യസ് കണ്ടീഷൻസ്. അണ്ടർ എ ക്ലൗഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലൗഡ് കാണുമ്പോൾ നമുക്ക് ആകെ ഒരു ഡൗട്ടായിരിക്കും, മഴ പെയ്യോ എന്നൊക്കെ ഒരു ഡൗട്ടായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അണ്ടർ സസ്പീഷ്യസ് കണ്ടീഷൻസ്. നെക്സ്റ്റ് ഇസ് ഓൺ എ ക്ലൗഡ് നയൻ. ഓൺ എ ക്ലൗഡ് നയൻ എന്ന് പറഞ്ഞാൽ വെരി ഹാപ്പിയാണ്. ഓക്കെ. അപ്പം സപ്പോസ് നമുക്ക് 10ൽ 9 മാർക്സ് കിട്ടിയെന്ന് വിചാരിച്ചോ അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ക്ലൗഡ് പോലെ ഇങ്ങനെ പൊങ്ങി പോകും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. വെറുതെ കണക്ഷനാണ്. വെരി ഹാപ്പിയാണ്. ഓൺ എ ക്ലൗഡ് നയൻ മീൻസ് ഇറ്റ് ഇസ് വെരി ഹാപ്പി. അടുത്ത് നോക്കാം, എ സ്ലാപ്പ് ഓൺ ദി റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എ വെരി മൈൽഡ് പണിഷ്മെൻറ്റ്. ഒരു ചെറിയൊരു പണിഷ്മെൻ്റ് ആണ് എ സ്ലാപ്പ് ഓൺ ദി റിസ്റ്റ്. നമ്മുടെ റിസ്റ്റിലാണ് ചെറിയൊരു സ്ലാപ്പ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അത്ര വലിയ പണിഷ്മെൻ്റ് ഒന്നും അല്ലല്ലോ, ചെറിയ പണിഷ്മെൻ്റ് അല്ലേ. എ വെരി മൈൽഡ് പണിഷ്മെൻറ്റ്. അടുത്തത് ബ്രൈറ്റ് ആസ് എ ബട്ടൺ. ബ്രൈറ്റ് ആസ് എ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആണ് കേട്ടോ. നമ്മുടെ ബട്ടൺ, ഡ്രസ്സിനകത്തൊക്കെ ബട്ടനൊക്കെ ഇങ്ങനെ വളരെ ഇങ്ങനെ തിളങ്ങിയൊക്കെ നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആണ്. ഒരു പോസിറ്റീവ് മീനിങ് ആണ് വരുന്നത് കേട്ടോ. എനർജറ്റിക് ആണ്. അടുത്ത് നോക്കാം, ചേളിഷ് ആണ്. ചേളിഷ് എന്ന് പറഞ്ഞാൽ ഇംപൊളൈറ്റ് ആണ്, അതായത് മര്യാദയില്ലാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ചേളിഷ്. ചുരുളി സിനിമയൊക്കെ ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇംപൊളൈറ്റ് ആയിട്ടല്ലേ അതിനകത്തൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ചേളിഷ് മീൻസ് ഇംപൊളൈറ്റ്. അടുത്ത കില്ലിംഗ് ഓഫ് വൺസ് ഓൺ വൈഫ്. അതിനെ പറയുന്നതാണ് യുക്സോറിസൈഡ്. എന്താണ് യുക്സോറിസൈഡ്? അപ്പം കില്ലിംഗ് ഓഫ് വൺസ് ഓൺ വൈഫ്. അപ്പോൾ വൈഫിനെ കൊല്ലുന്ന ഒരാളെയാണ് പറയുന്നത് യുക്സോറിസൈഡ്. അപ്പോൾ ചെറിയൊരു കണക്ഷൻ വേണ്ടിയിട്ട് ഓർക്കാം. അതായത് നീ ആദ്യം സോറി പറയും അല്ലേ. നമ്മൾ ആദ്യം സോറി പറഞ്ഞിട്ട് വൈഫിൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് വൈഫ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വൈഫിനെ അങ്ങ് തട്ടിക്കളയും. എന്ന് വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. യുക്സോറിസൈഡ്. സോറി പറഞ്ഞിട്ട് ചെല്ലും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. കില്ലിംഗ് ഓഫ് വൺസ് ഓൺ വൈഫ്, യുക്സോറിസൈഡ്. അപ്പോൾ അണ്ടർ എ ക്ലൗഡ് സസ്പീഷ്യസ് കണ്ടീഷൻ ആണ്. ഓൺ എ ക്ലൗഡ് നയൻ വെരി ഹാപ്പി. എ സ്ലാപ്പ് ഓൺ ദി റിസ്റ്റ് എ വെരി മൈൽഡ് പണിഷ്മെന്റ്. ബ്രൈറ്റ് ആസ് എ ബട്ടൺ എനർജറ്റിക്. ചേളിഷ് എന്ന് പറഞ്ഞാൽ ഇംപൊളൈറ്റ് ആണ്. കില്ലിംഗ് ഓഫ് വൺസ് ഓൺ വൈഫ് എന്ന് പറഞ്ഞാൽ യുക്സോറിസൈഡ്. അടുത്തത് നോട്ടി. KNOTTY ആണ് കേട്ടോ. നോട്ടി മീൻസ് കോംപ്ലക്സ് ആണ്. നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, KNOT എന്ന് പറഞ്ഞാൽ എന്താ,
ഒരു കുരുക്ക് എന്നൊക്കെ ഒരു മീനിങ് അല്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നല്ലേ. അപ്പോൾ അതാണ് നോട്ടി കേട്ടോ. നോട്ടി മീൻസ് ഇറ്റ് ഇസ് കോംപ്ലക്സ്. അടുത്തത് അഡേജ് ആണ്. അഡേജ് എന്ന് പറഞ്ഞാൽ പ്രോവർബാണ്, പഴഞ്ചൊല്ലാണ്. അഡേജ് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അവരിൽ നിന്നല്ലേ പ്രോവർബൊക്കെ വരുന്നത്, പഴഞ്ചൊല്ലൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം. അഡേജ് മീൻസ് ഇറ്റ് ഇസ് പ്രോവർബ്. റോളിംഗ് മണി എന്ന് പറഞ്ഞാൽ ടു ബി വെരി റിച്ച്, ഭയങ്കര റിച്ച് ആണ് കേട്ടോ. അതാണ് റോളിംഗ് മണി. നമ്മൾ ഈ പൈസ ഇങ്ങനെ റോൾ ചെയ്ത് ഭയങ്കര കാശുകാരനായി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാലോ. റോളിംഗ് മണി മീൻസ് ടു ബി വെരി റിച്ച്. അടുത്ത നമ്മുടെ ലാസ്റ്റ് വൺ ആണ് വിൽ ഓ ദി വിസ്പ്. വിൽ ഓ ദി വിസ്പ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് വിച്ച് എല്യൂഡ്സ് ഓർ ഡിസീവ്സ്, അതായത് നമ്മളെ കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് വിൽ ഓ വിസ്പ്. ഈ വിൽ ഓ ദി വിസ്പിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഴകിയ പ്ലാന്റ്സിൽ നിന്ന് വരുന്ന ഗ്യാസ് ഉണ്ടല്ലോ, ഈ ഗ്യാസ് കാരണം ഒരു ഫ്ലെയിം പോലെയൊക്കെ കത്തുമല്ലോ, ഫോസ്ഫറസൻസ് കാരണം ഫ്ലെയിം പോലെയൊക്കെ കത്തും. അപ്പോൾ ഇതേപോലെയുള്ള ഫ്ലെയിം കണ്ടിട്ട് പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ ഇതിനെ ഫോളോ ചെയ്ത് വന്നിട്ട് അവസാനം അവരെ വഴിതെറ്റിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഒറിജിൻ വന്നിട്ടുള്ളത്. അവർക്ക് എത്രയൊക്കെ വില്ലുണ്ടെങ്കിൽ കൂടി അതിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ക്ലാസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞുള്ള ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഡിസ്ക്രിപ്ഷൻ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺകോഡിൻ്റെ ക്ലാസ് കാണാം കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് കോൺകോഡിൻ്റെ മോക്ക് ടെസ്റ്റ് വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ബൈ.